എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് നിങ്ങളെൻ്റെ ടൈറ്റിൽ കണ്ടല്ലോ അല്ലേ? നേഴ്സിനെ വിവാഹം കഴിച്ചു, പിന്നീട് എന്ത് സംഭവിച്ചു? ശരിക്കും ഞാനത് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എനിക്ക് കുറച്ച് ആൾക്കാരോട് നന്ദി പറയാനുണ്ടെന്ന് വിചാരിച്ചാൽ ഒത്തിരി, അതായത് നേഴ്സുമാരെ വിവാഹം കഴിച്ച് അവരെ നന്നായിട്ട് നോക്കുന്ന, അവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, അവരോടൊപ്പം തന്നെ വേറെ ജോലി നോക്കി അവരുടെ കൂടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്ന ഒത്തിരി നല്ല, ഇൻക്ലൂഡിങ് മൈ ഹസ്ബൻഡ് ഓൾസോ, അവർക്കെല്ലാം ഞാൻ നന്ദി പറയുക കേട്ടോ. ഈ സമയത്ത് അവർക്ക് നന്ദി പറഞ്ഞാൽ മാത്രമേ എനിക്ക് അടുത്ത ഈ നടന്ന സംഭവത്തെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള സപ്പോർട്ട് ചെയ്യുന്ന, ഇപ്പം എനിക്ക് അറിയാവുന്ന ഒരു കുട്ടിയുണ്ട്. കുട്ടിയുടെ ഹസ്ബൻഡാണെങ്കിൽ പുള്ളിക്ക് കൊച്ചുണ്ടായപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുമ്പോൾ വൈഫിന് ബുദ്ധിമുട്ടാവുമല്ലോ, കഷ്ടപ്പാടാവുമല്ലോ എന്നോർത്ത് പുള്ളിയുടെ ജോലി റിസൈൻ ചെയ്ത് ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്ത് ആ കുഞ്ഞിനെ നോക്കുന്ന ഹസ്ബൻഡുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒത്തിരി നേഴ്സസിൻ്റെ ഹസ്ബൻഡ്സിനെ എനിക്കറിയാം. അവർക്കെല്ലാം ഒത്തിരി നന്ദി ഞാൻ പറയുവാണ്. നിങ്ങൾ അങ്ങനെ തന്നെ അവരെ നോക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം. കാരണം ദേ ഡിസേർവ്ഡ് അല്ലേ? അവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, എല്ലാവരും കഷ്ടപ്പെട്ടാണ്. അപ്പം അവർക്കൊന്നുകൂടി, നിങ്ങൾക്ക് അവരുടെ ജോലിയൊക്കെ അനലൈസ് ചെയ്താൽ അറിയാം, അവർക്കൊന്നുകൂടി കഷ്ടപ്പാട് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഹസ്ബൻഡുമാർക്ക് നന്ദി പറയുന്നു. ഇനി ഞാൻ നേഴ്സിനെ കല്യാണം കഴിച്ചു പിന്നീട് നടന്നതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഇത് എനിക്ക് അറിയാവുന്നൊരു സഹോദരി തന്നെയാണ് കേട്ടോ, അറിയാവുന്ന ഒരു സുഹൃത്താണ്. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ലണ്ടനിൽ ജോലി ചെയ്യുന്നു. പുള്ളി വീട്ടുകാർ ഉറപ്പിച്ച കല്യാണം കഴിച്ച് ഹസ്ബൻഡിന് പുള്ളിക്കാരൻ്റെ പേരൻസ് വയസ്സായി, സുഖമില്ല. അപ്പോൾ പുള്ളിക്കാരനെ എക്സ്ക്യൂസ് ചോദിച്ചു, ഞാൻ നാട്ടിൽ നിന്ന് പേരൻസിനെ നോക്കാം, നീ പോയി ലണ്ടനിൽ പോകും, നമുക്ക് ഇടയ്ക്ക് മീറ്റ് ചെയ്യാം. അങ്ങനെ എഗ്രിമെൻറ്റിൽ അവർ രണ്ടും കല്യാണം കഴിച്ചിട്ട് ഈ പുള്ളിക്കാരി എന്ത് ചെയ്തു, ലണ്ടനിലേക്ക് പോയി. ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് പേരൻസിനെ നോക്കി. അപ്പോൾ ലണ്ടനിലേക്ക് പോയതിന് ശേഷം കഷ്ടപ്പെട്ട, അതായത് പുള്ളിക്കാരി സാമ്പത്തിക ഭദ്രത ഉറപ്പ് വരുത്തണമല്ലോ, ഒരാൾ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. അപ്പം പുള്ളിക്കാരി എന്ത് ചെയ്തു, നൈറ്റ് ഡ്യൂട്ടി എടുക്കും, ഓവർ ടൈം എടുക്കും, അങ്ങനെ കഷ്ടപ്പാട്. പുള്ളിക്കാരി വളരെ ചുരുങ്ങിയ ചിലവിൽ ലണ്ടനിൽ ജീവിച്ച് ഉണ്ടാക്കിയ ഫുൾ മണിയും ഹസ്ബൻഡിന് കറക്റ്റായിട്ട് ഡേറ്റ് തെറ്റാതെ നാട്ടിലേക്ക് അയച്ചു കൊടുക്കും. ഇങ്ങനെ കഷ്ടപ്പെട്ട് ആ പുള്ളിക്കാരി ജീവിതം മുന്നോട്ട് നയിച്ചു. അതേസമയം നാട്ടിലെന്താ നടക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. ആ പുള്ളിക്കാരി ഇതൊന്നും അറിഞ്ഞില്ല. ഹസ്ബൻഡ് പേരൻസിനെ നോക്കാനെന്നും പറഞ്ഞ് നാട്ടിലിരുന്നു. പക്ഷെ പേരൻസ് ഈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ മോനെ, അതായത് ആ പേരൻസിൻ്റെ മോനെ കാണാറ് പോലും ഇല്ല. മോൻ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഭാര്യ അയച്ചു തരുന്ന പൈസ ഫുള്ള് എടുത്തിട്ട് ദൂർത്തടിച്ചെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ സ്റ്റാർ ഹോട്ടൽസിൽ റൂം എടുക്കുന്നു, ഫ്രണ്ട്സിനെ വിളിച്ചു വരുത്തുന്നു, അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നു, ഫ്രണ്ട്സിന് കുപ്പി മേടിച്ചു കൊടുക്കുന്നു, നാട്ടിലെ പെരുന്നാൾ സ്പോൺസർ ചെയ്യുന്നു, വലിയ ആഡംബര വണ്ടികൾ മേടിക്കുന്നു. അങ്ങനെ പുള്ളിക്കാരൻ്റെ ജീവിതം പുള്ളി എൻജോയ് ചെയ്യുന്നു. പേരൻസ് സൈഡിൽ ആരും നോക്കാനില്ലാതെ അവരുടെ ജീവിതം സഹിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പം ഇതൊന്നും അറിയാതെ കിട്ടുന്ന പൈസ ഫുള്ള് ശരിക്കും പറഞ്ഞാൽ ഭർത്താവ് ദൂർത്തടിച്ച് കളഞ്ഞു. അപ്പോൾ ഒരു സമയം വന്നപ്പം പുള്ളിക്കാരിയുടെ വീട്ടിലേക്ക് ഒരു ആവശ്യം വന്നപ്പം കുറച്ച് എമൗണ്ട് ഹസ്ബൻഡിനോട് അയച്ചു കൊടുക്കാൻ. ഹസ്ബൻഡിന് ആഡംബരം കളിച്ച് പുള്ളിക്കാരൻ്റെ കയ്യിലും 5 പൈസയില്ല. അപ്പോഴാണ് പുള്ളിക്കാരി സർപ്രൈസ്ഡ് ആയത്. ഈ കൊടുത്ത പൈസയിൽ 5 പൈസ പോലും പുള്ളിക്കാരന് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരന് സേവ് ചെയ്തിട്ടില്ല, എല്ലാം ദൂർത്തടിച്ച് കളഞ്ഞു. എന്തൊരവസ്ഥയല്ലേ, എന്ത് കഷ്ടമാണല്ലേ. അപ്പോൾ ആ ചേച്ചിക്ക് അത്രേ പറ്റുള്ളൂ. ഓക്കെ, വേറെ ചില ആൾക്കാരുണ്ട്. ഇപ്പം ഈ പറഞ്ഞ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആയിരുന്നു. വേറെ ചിലരുണ്ട്, ഭാര്യനെ സപ്പോർട്ട് ചെയ്യാനെന്ന രീതിയിൽ ഭാര്യയുടെ കൂടെ വിദേശത്തേക്ക് വന്ന് നല്ല ഒന്നാന്തരമായിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പറയും. ഭാര്യ ജോലിക്ക് പോവും, ഭാര്യ വിചാരിക്കും എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വീട്ടിൽ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അൺഫോർച്ചുനേറ്റ്ലി ഭാര്യനെ സങ്കടപ്പെടുത്തി നിരാശയിലാഴ്ത്തിക്കൊണ്ട് ഭാര്യ വന്ന് നോക്കുമ്പോൾ ഭർത്താവിനെ അവിടെ കാണാൻ തന്നെ കാണില്ല. ഭർത്താവിൻ്റെ ഇഷ്ടം ഹോബീസിൻ്റെ പുറകെ പോവുക, അവരവരുടെ ഫ്രണ്ട്സുമായിട്ട് ചിൽ ചെയ്യാൻ പോവുക, വീട്ടിലൊന്നും ഒരു കോഫി പോലും ഉണ്ടാക്കി തരാൻ പാവപ്പെട്ട ഈ സഹോദരിക്ക് ആരും കാണില്ല എന്നുള്ളതാണ് അങ്ങനെയും ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞ ചേച്ചിയുടെ കാര്യം അത് മാത്രം. പുള്ളി വേറെ രീതിയിൽ ഇങ്ങനെ ജീവിതം ചെലവഴിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. മാത്രമല്ല ചില ആൾക്കാർ
ഇത് കൂടാതെ വേറെ റിലേഷൻഷിപ്പും ചെയ്ത്, അതായത് ചീറ്റ് ചെയ്ത് ഭാര്യേനെ ശരിക്കും പക്കാ ചീറ്റിങ്, ഭാര്യേനെ പറ്റിച്ചുകൊണ്ട് വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന വളരെ നല്ല മാന്യന്മാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം ഇത് ഞാൻ പറഞ്ഞ ചേച്ചിക്ക് അങ്ങനെയൊന്നുമില്ല, പുള്ളി ഒരു ദൂർത്തൻ ആയിരുന്നെന്ന് മാത്രം, വേറെ റിലേഷൻഷിപ്പിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ ഇങ്ങനെ റിലേഷൻഷിപ്പിലേക്ക് പോലും പോയി സ്വന്തം ഭാര്യമാരെ നന്നായിട്ട് പറ്റിക്കുന്ന ഒത്തിരി ജീവിതം, അല്ലെ സ്വന്തം ഭർത്താക്കന്മാരെ നന്നായിട്ട് പറ്റിക്കുന്ന ഒത്തിരി ജീവിത പങ്കാളികളുണ്ട് അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല കേട്ടോ, അങ്ങനെയുണ്ട് ജീവിതം ഈ സമൂഹത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ആ പുള്ളിക്കാരിക്ക് ഒരു 3-4 വർഷം എടുത്തു പുള്ളിക്കാരി പറ്റിക്കപ്പെട്ടു എന്നറിയാൻ വേണ്ടിയിട്ട്. എന്ത് കഷ്ടമാണ് അല്ലേ? ആർക്കും ഇങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. പിന്നെ ജീവിത പങ്കാളികളാണെങ്കിലും നിങ്ങളുടെ ജീവിത പങ്കാളികൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പ് വരുത്തുമ്പോൾ നിങ്ങൾ അവരെ ഒരിക്കലും ചീറ്റ് ചെയ്യാതിരിക്കാനും നോക്കണം. ഇല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ സമൂഹത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്ന് തന്നെയാണുള്ളത്. നമുക്ക് മറുപടി പറയേണ്ടി തന്നെ വരും, അതിലൊരു സംശയമില്ല. അതുപോലെ തന്നെ നഴ്സുമാരെന്ന് മാത്രമല്ല, ഏത് ജോലി ചെയ്യുന്ന ആളായാലും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു 1-2 വട്ടം ഒന്ന് ആലോചിക്കണം. നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഉടനെ കയറി ഇപ്പം പേരൻസ് ആലോചിച്ച് വിവാഹം ഇന്ന് കയറി അവരെ കാണുന്നു, നാളെ അവരോട് യെസ് ഐ എം റെഡി എന്ന് പറയുന്നു, മറ്റന്നാൾ പോയി ഡ്രസ്സ് എടുക്കുന്നു, പിന്നെ ഒരാഴ്ച കൊണ്ട് കല്യാണം കഴിക്കുന്നു. ആ ഒരു സിസ്റ്റം ഒന്നും നിങ്ങൾ എടുത്തു ചാടി കഴിക്കണം. നമുക്ക് സമയമുണ്ടല്ലോ. അപ്പം കുറച്ച് വെയിറ്റ് ചെയ്ത് അവരെ മനസ്സിലാക്കി, അവരുടെ സമൂഹത്തെ മനസ്സിലാക്കി, അവർ ജീവിക്കുന്ന ചുറ്റുപാടുകളെ മനസ്സിലാക്കി, അവരുടെ ജോലി, അവരുടെ ശീലങ്ങൾ, അവരുടെ സ്വഭാവം ഒക്കെ മനസ്സിലാക്കി ഒരു 3 മന്ത് എങ്കിലും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷമേ നിങ്ങൾ വെഡ്ഡിങ്ങിലേക്ക് പോകാറുള്ളൂ. അതിനൊരു ഗ്യാപ്പ് എടുക്കണം. ആരായാലും നിങ്ങൾ വെഡ്ഡിങ്ങിലേക്കൊക്കെ കിടക്കുന്നതിന് മുമ്പ് ഗ്യാപ്പ് എടുത്ത് അവരെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വിവാഹത്തിലേക്ക് കിടക്കുക. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ പണി കിട്ടും. എന്തിനാ നമ്മൾ കഷ്ടപ്പെട്ട് 4 വർഷം അല്ലെങ്കിൽ 3 വർഷം 5 വർഷമുള്ള പ്രൊഫഷണൽ കോഴ്സൊക്കെ പഠിച്ച് പേരൻസ് നമ്മൾക്ക് വേണ്ടി അവരുടെ ജീവിതം ഡെഡിക്കേറ്റ് ചെയ്ത് അവർ നമ്മളെ പ്രതി ദുഃഖിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അല്ലേ? ഭയങ്കര കഷ്ടമാണ്. അപ്പം നമ്മളാണെങ്കിലും ഈ കഷ്ടപ്പെട്ട് പഠിച്ച് നഷ്ടപ്പെടുത്തി കളയരുത് നമ്മുടെ ജീവിതം. ഒരിക്കലും നഷ്ടപ്പെടുത്താനുള്ളതല്ല നമ്മുടെ ആരുടെയും ജീവിതം. അങ്ങനെ ആർക്കും അവനവൻ്റെ ജീവിതം നഷ്ടപ്പെടാതിരിക്കട്ടെ. ഓക്കെ, വീണ്ടും ഞാൻ പറയുന്നു, ഇത് വളരെ ചുരുങ്ങിയ ഒരു വിഭാഗം ജീവിത പങ്കാളികൾ മാത്രമേ ഇങ്ങനെ ചീറ്റ് ചെയ്യുന്നൊക്കെ ഉള്ളൂ. ഒരിക്കലും നിങ്ങൾ ചീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക അവരുടെ പിന്നിലെ കഷ്ടപ്പാടുകൾ. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ ചീറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. അവരെ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് നോക്കുന്ന എല്ലാ ജീവിത പങ്കാളികൾക്കും, ഹസ്ബൻഡുമാരായിക്കോട്ടെ വൈഫുമാരായിക്കോട്ടെ, അവർക്ക് ഒന്നുകൂടി ഞാൻ നന്ദി പറയുവാണ്. ഓക്കെ, നന്ദി പറയുവാണ്, വീണ്ടും നന്ദി പറയുവാണ്. കാരണം നിങ്ങളവരെ ഇങ്ങനെ തന്നെ വളരെ കെയറിങ് ആയിട്ട് വളരെ കരുതലോടെ അവരെ നോക്കണം എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. അപ്പം അത്രേ ഉള്ളൂ എനിക്കിന്ന് പറയാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.